ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ്രൗപദി ദർശം ഭാഗം 53. രചന ഫൗസിയ നൗഷാദ്. ഫോൺ തുടരെ തുടരെ റിങ് ചെയ്യുന്നത് കേട്ടാണ് ദർശ് കണ്ണു തുറന്നത്. തൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന ശിവാനിയെ അല്പമൊന്ന് നീക്കി കിടത്തിയ ശേഷം അവൻ ഫോൺ മേശയിൽ നിന്ന് കയ്യെത്തിയെടുത്തു. ആശയാണ് വിളിക്കുന്നത്. ഹലോ, എവിടെ ദേവ? ഇന്നലെ എത്ര വട്ടം വിളിച്ചു? അയ്യോ, കോളൊന്നും വന്നില്ലടാ, റേഞ്ച് ഇഷ്യൂ ആവും. എന്തു പറ്റി? എടാ, നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാ. എന്തു പറ്റി? അവൻ്റെ സംസാരം കേട്ടാണ് ശിവാനി കണ്ണു തുറക്കുന്നത്. അറിയില്ല, ഇന്നലെ ആരോ വഴിയിൽ തല്ലിച്ചതച്ചിട്ടിരുന്നു. വഴിയാത്രക്കാരോ എടുത്തു കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കി. കൈയും കാലും എല്ലാം ഒടിഞ്ഞിട്ടുണ്ട്, നിവർന്നു നിൽക്കാൻ പറ്റില്ല. അത് കേട്ട് അവൻ അല്പം വിഷമം വന്നു. എത്രയൊക്കെ ആയാലും അവൻ്റെ അച്ഛനല്ലേ. ആരാ ചെയ്തേ? അറിയില്ല. ഒരുപാട് ശത്രുക്കളില്ലേ, ആരാണെന്ന് എങ്ങനെ അറിയാം? നീ വരുന്നുണ്ടോ? ഇല്ല, അയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ടാ ഞാൻ ഇറങ്ങിയത്. ഇനി ഒരു കാര്യത്തിന് ഞാൻ അവിടേക്ക് വരില്ല. ഓക്കേടാ, നീ എവിടാ? ഞാൻ ശിവയുടെ അച്ഛൻ്റെ ഫ്ലാറ്റിൽ. അദ്ദേഹം കാനഡയിൽ പോയി. ഞങ്ങളോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞു. അതേതായാലും നന്നായിടാ. നീ വൈകിട്ട് ഇങ്ങോട്ട് വാടാ, ലൊക്കേഷൻ ഞാൻ അയക്കാം. ആടാ, വരാം. എന്താ ഏട്ടാ? അച്ഛനെ ആരോ തല്ലിച്ചതച്ചു എന്ന്. അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നിയില്ല. ഏട്ടൻ കാണാൻ പോകുന്നുണ്ടോ? എന്തിന്? അതിന് ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? നിന്നോട് അങ്ങനെയൊക്കെ ചെയ്ത ഒരാളോട് എനിക്ക് മിണ്ടേണ്ട കാര്യമില്ല. അനുഭവിക്കട്ടെ, വരുത്തി വെച്ചതല്ലേ. എന്നോട് ദേഷ്യമുണ്ടോ? എൻ്റെ ശിവേ, നീ വീണ്ടും വീണ്ടും ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാ? എനിക്ക് നിന്നോട് ദേഷ്യമില്ല കുട്ടി. ദേഷ്യം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ കൂടെ നിൽക്കുമോ? എല്ലാം വിട്ടെറിഞ്ഞു വരുമോ? എനിക്ക് നിന്നെ അത്രയ്ക്ക് ജീവനാടി പെണ്ണെ. അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു. അവൻ്റെ സാമീപ്യം അവൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വവും സന്തോഷവും നൽകി. മഹാദേവ് ബോധം തെളിഞ്ഞ ഉടനെ ദർശിനെ അന്വേഷിച്ചു. സുഭദ്രയാണ് കാണാൻ കയറിയത്. അവനെ ആശി വിളിച്ചിരുന്നു. അവൻ വരില്ല. അവർ പറഞ്ഞു, എൻ്റെ മോൻ, ഞാൻ വളർത്തിയ എൻ്റെ കുട്ടി ആ ഒരുത്തിക്ക് വേണ്ടി എന്നെ കളഞ്ഞിട്ട് പോയല്ലോ. അവൾ ഒരിക്കലും ഗതി പിടിക്കില്ല. അയാൾ ആ വേദനയിലും ശിവാനിയെ പ്രാഗി. സുഭദ്ര അയാളെ പുച്ഛത്തോടെ നോക്കി. എന്തിനാ വേണ്ടു ഇങ്ങനൊക്കെ? ഇനി ആരോടാ ഈ ദേഷ്യവും വാശിയും കാണിക്കുന്നത്? സ്വന്തം മോൻ വരെ വരത്തില്ലേ? ഇനിയെങ്കിലും ഈ പകിയും വിദ്വേഷവും ഒക്കെ കളഞ്ഞൂടെ? എൻ്റെ കൺമുന്നിൽ നിന്ന് പോടി. എത്രയൊക്കെ വന്നാലും നിങ്ങൾ നന്നാവില്ല, അനുഭവിച്ചോ. അവർ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി. ആഷിക്ക് അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. പഴയ സ്വഭാവം തന്നെയാണല്ലേ അമ്മേ, ഇത് അസുരന്റെ ജന്മ, എത്ര കിട്ടിയാലും നന്നാവില്ല. അവൻ പുച്ഛത്തോടെ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോകും അമ്മേ, എനിക്കൊന്ന് ഫ്രഷ് ആവണം. അച്ഛനെ നാളെ ഡിസ്ചാർജ് ചെയ്യില്ലേ? അമ്മ ഇവിടെ നിന്നോളൂ, അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. എന്നാ ആഷിമോനെ, ദച്ചുവിനെ നീ അങ്ങ് വീട്ടിലേക്ക് ആക്കിയേക്ക്, ഞാനിവിടെ നിന്നോളാം. മോനും പൊക്കോളൂ, ഇനി അമ്മ നോക്കിക്കോളാം. അവൻ ദച്ചുവിനെയും കൂട്ടി ഇറങ്ങി. കാറിൽ ഇരിക്കുമ്പോൾ അവനൊന്നും തന്നെ അവളോട് മിണ്ടിയില്ല. ആഷിയേട്ടാ, എന്തിനാ ഈ ഒളിച്ചുകളി? എനിക്കറിയാം എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്ന്. വേണ്ട, സാരമില്ല. ഏട്ടൻ പറഞ്ഞെങ്കിലും ഞാൻ കാര്യമാക്കിയില്ല. പക്ഷേ കുറച്ചായിട്ട് ഞാൻ ഉൾക്കൊണ്ടു ആഷിയുടെ ഉള്ളിൽ ഞാൻ ഇല്ലെന്ന്. സാരമല്ല, ഇനി എന്നെ ഇങ്ങനെ അതിൻ്റെ പേരിൽ അവഗണിക്കല്ലേ പ്ലീസ്. അവളുടെ കണ്ണ് നിറഞ്ഞു. ദച്ചു, എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് അല്ല കുട്ടി, സ്നേഹമുണ്ട്. പക്ഷെ അത് പ്രണയമല്ല. ദർശൻ്റെ ആരാ? വെറും ഫ്രണ്ടല്ല, അതിലപ്പുറം എൻ്റെ സഹോദരനാണ് അവൻ. അങ്ങനെ ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ പെങ്ങളെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ ദച്ചു. അതുകൊണ്ടാ. എനിക്ക് മനസ്സിലാവും. സാരമില്ല, എന്നോട് ദേഷ്യമൊന്നും വേണ്ട. ഞാനത് വിട്ടു. ആശയുടെ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? എന്താ ദച്ചു? ഏട്ടൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അവനൊന്ന് മൂളി. ആരാണെന്ന് ഞാൻ അറിയുന്നതിലെ വിരോധമുണ്ടോ? ആളെ നീ അറിയില്ല. ശിവാനിയുടെ അനിയത്തിയാ. ഏട്ടത്തിയുടെ അനിയത്തിയോ? യെസ്, നിന്റെ പ്രായത്തിലുള്ള ഒരു അനിയത്തി അവക്കും ഉണ്ട്. അവൾ എൻ്റെ വീട്ടിലൊക്കെ വന്നതാ. അവളുടെ വീട്ടിൽ ഞാനും പോയിരുന്നു. അന്ന് നാട്ടിൽ പോയില്ലേ? ദേവേട്ടനും ഏട്ടത്തിയും കൂടി. ഞാനും ഉണ്ടായിരുന്നു. അത് അനുവിനെ കൊണ്ടാക്കാനായിരുന്നു. അവക്ക് വല്ലാത്ത വേദന തോന്നി. എങ്കിലും അവളത് പുറമെ പ്രകടമാക്കിയില്ല. അവക്കും ഇഷ്ടമാണോ? അതെ. ഓ, എന്നേക്കാൾ സുന്ദരിയാവുമല്ലേ? അങ്ങനൊന്നുമില്ല ദച്ചു, സൗന്ദര്യമൊന്നുമല്ല ഞാൻ നോക്കിയത്. അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. ഏട്ടാ, അല്ലെങ്കിൽ ഈ ഇഷ്ടമൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. ദച്ചു, നീ ഒന്നും വിചാരിക്കരുത്. ഞാൻ നിന്നെ ചെറുപ്പം മുതൽ എൻ്റെ പെങ്ങളെ പോലെ കാണുന്നത്, അതുകൊണ്ടാ. സാരല്ല ഏട്ടാ. അവൾ പുഞ്ചിരിയോടെ കാറിൽ നിന്നിറങ്ങി. അവനെ യാത്രയാക്കി വീടിനുള്ളിൽ കയറിയ ഉടനെ അവൾ നിലതെറ്റിയ പോലെ കരഞ്ഞു. ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം തന്നെ അവൾ കരഞ്ഞു തീർത്തു. ശിവയും കൂട്ടി പുറത്തിറങ്ങിയതാണ് ദർശ്. അവൾ ഒരുപാട് സന്തോഷവതിയായിട്ട് കാണപ്പെട്ടു. അവർ ഒരുമിച്ച് കടൽ തീരത്തൂടെ കൈകോർത്ത് നടന്നു. സത്യത്തിൽ ശിവ, ഇപ്പോൾ എനിക്ക് നല്ല സമാധാനം തോന്നുന്നുണ്ട് നിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുമ്പോൾ. നമ്മളിങ്ങനെയൊന്നും അധികം പുറത്തു പോയിട്ടേ ഇല്ലല്ലോ. ഇല്ലേട്ടാ, അതിന് എവിടെ നിന്നാ സമയം? നാട്ടിൽ പോയതാണ് ആകെ ഒരു ട്രിപ്പ്. ബാംഗ്ലൂർ പോയതും അയാൾ മുടക്കി. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒക്കെ ഓരോ അടവായിരുന്നു നമ്മൾ ഒന്നിക്കാതിരിക്കാൻ. ഇപ്പോൾ ഒന്നിനെക്കുറിച്ചും ടെൻഷനും ഒന്നുമില്ല. ശരിക്കും ഫ്രീ ആയി. നാളെ നമുക്ക് അങ്കിൾ പറഞ്ഞ ജോലിക്ക് കയറാം. പക്ഷേ ഏട്ടൻ അതൊക്കെ ഇഷ്ടമാണോ? അതെന്താ ഇഷ്ടപ്പെട്ടാൽ? കമ്പനിയുടെ CEO ആയിരിക്കുന്നത് മാത്രമല്ലല്ലോ ജോലി. ഇതിലും കഷ്ടപ്പാടുള്ള ഓരോ ജോലികളൊക്കെ എത്രയോ പേര് ചെയ്യുന്നു. അക്കണക്കിന് നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാ.
അവരങ്ങനെ നടക്കുമ്പോഴാണ് ശരത്തിനെ കണ്ടത്. ഹലോ, ആരിത്? ദർശ് സാറോ? അവൻ കപ്പലണ്ടി കുറച്ചുകൊണ്ട് ചോദിച്ചു. ശരത്ത് ഒറ്റയ്ക്കേ ഉള്ളോ? നമ്മുടെ കല്യാണമൊന്നും കഴിഞ്ഞില്ല സാറേ, സാറിന് കൂട്ടുണ്ടല്ലോ. അവൻ ശിവാനിയെ നോക്കി പുഞ്ചിരിച്ചു. നിനക്ക് മനസ്സിലായില്ലേ ശിവ? ശരത്ത്. അവൾ തലയാട്ടി. ശിവാനി, താൻ ഒരുപാട് മാറിപ്പോയി കേട്ടോ. പണ്ട് ഞാൻ കണ്ടിട്ടുള്ള ശിവാനിയല്ല. ആ, അത് കുറേ പണ്ടല്ലേ. എന്നെ താൻ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ആവും. അല്ല, എന്തായി കാര്യങ്ങളൊക്കെ? മഹാദേവിന് സുഖമാണോ? ഞങ്ങൾ വീട് വിട്ടിറങ്ങി ശരത്. അത് നന്നായി, നല്ല തീരുമാനം. നിങ്ങളെ ഞാൻ കാണാൻ വരെ ഇരിക്കുകയായിരുന്നു. എന്തായാലും കണ്ടത് നന്നായി. എന്തു പറ്റി? മഹാദേവിനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും. ഞാനല്ല കേട്ടോ, എൻ്റെ റോള് തീർന്നു. പോലീസ് വന്നോളും. പിന്നെ കേസിന്റെ ബാക്കി അന്വേഷണങ്ങൾക്കായി നിങ്ങളും വരേണ്ടി വരും. വരാം. അപ്പോൾ ശരി, എൻജോയ്. ശരത് അത് പറഞ്ഞ് കടന്നുപോയി. ദർശും ശിവാനിയും ഫർണിച്ചർ ഷോപ്പിൽ പോവാൻ തുടങ്ങി. അവർ രണ്ടാളുമായിരുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ടൗണിലെ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ആ ജോലിയിൽ രണ്ടുപേർക്കും സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. മഹാദേവിനെ കാണാൻ ഒരിക്കൽ പോലും അവർ വന്നില്ല. പലതവണ അയാൾ അവനെ വിളിച്ചു. അയാളുടെ ഉള്ളിൽ വിദ്വേഷം വളർന്നു വന്നുകൊണ്ടിരുന്നു. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ വീട്ടിലേക്ക് പോലീസ് ജീപ്പ് വന്നത്. മഹാദേവ് ഒന്ന് ഞെട്ടി. അയാൾ ഒരു ഭാവഭേദവും വരുത്താതെ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ സാറന്മാരെ പതിവില്ലാതെ ഇവിടെ? ഒരു പഴയ കഥ പറഞ്ഞു തീർക്കാനുണ്ട്. സാറ് വണ്ടിയിലേക്ക് കയറിയാട്ടെ. സാറുമാര് പൊക്കോ, ഞാനെൻ്റെ വണ്ടിയിൽ വന്നോളാം. അതിൻ്റെ ആവശ്യമില്ല, മര്യാദയ്ക്ക് വണ്ടി കയറടാ. അവർ ബലമായി അയാളെ പിടിച്ച് ജീപ്പിൽ കയറ്റി. ദർശനയും സുഭദ്രയും എന്ത് വേണമെന്നറിയാതെ നിന്നു. അയാൾ ജീപ്പിലിരുന്ന് ബഹളം വെച്ചു. എന്താ സാറന്മാരെ കാര്യം? ഞാൻ എന്ത് ചെയ്തു? അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതാ നിനക്ക് നല്ലത്. കാര്യം എന്താണെന്ന് സ്റ്റേഷനെത്തിയിട്ട് പറഞ്ഞു തരാടാ. മഹാദേവിന് ടെൻഷനായി. അയാൾ ആരെയോ വിളിക്കാൻ ഫോൺ എടുത്തതും അവർ വാങ്ങി. നീ ആരെയും വിളിക്കണ്ട, വിളിച്ചിട്ടും കാര്യമില്ല. സംഗതി വഷളാവുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. എന്നാലും അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ ശിവാനിയുടെ മൊഴിക്കൊക്കെ ഒരു വിലയും ഇല്ല. അവൾ എവിടം വരെ പോവാനാ? അയാൾ സമാധാനിച്ചു. സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകുന്നത്. അയാളുടെ തന്ത്രങ്ങളൊന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാ സാറേ, സത്യങ്ങളൊക്കെ പറയുന്നു അതോ ഞങ്ങളായിട്ട് പറയിപ്പിക്കണോ? പോലീസ് ഓഫീസർ അല്പം കടുപ്പിച്ച് ചോദിച്ചു. എന്താ സാറ് ചോദിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്നെ എന്തിനാ എവിടേക്ക് കൊണ്ടുവന്നത്? എനിക്കെൻ്റെ ഫോൺ വേണം, കുറച്ചുപേരെ വിളിക്കാനുണ്ട്. നീ ഇപ്പോൾ ഒരുത്തനെയും വിളിക്കുന്നില്ല. മര്യാദയ്ക്ക് ഇരുന്നോണം. നിന്നെ എന്തിനാ കൊണ്ടുവന്നെന്ന് ഞങ്ങൾ പറഞ്ഞു തരാടാ. അവർ അയാളെ ഷർട്ടിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇടിച്ചു. നീയാണ് വിശ്വനാഥനെ കൊന്നതെന്നുള്ള എല്ലാ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊന്ന് സമ്മതിച്ചാൽ മാത്രം മതി. സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കാനും ഞങ്ങൾക്കറിയാം. അയ്യോ, അതാര വിശ്വനാഥൻ? ഞാനെന്തിനാ അയാളെ കൊല്ലുന്നത്? അഭിനയിക്കല്ലേ. ഇനി നിന്റെ ഒരു അഭിനയവും ഇവിടെ ഏൽക്കില്ല, പറഞ്ഞേക്കാം. ഞാൻ ചെയ്യാത്തത് ഞാൻ സമ്മതിക്കില്ല. അവർ അയാളെ ചോദ്യം ചെയ്ത മുറിയിലേക്ക് കൊണ്ടുവന്നു. അയാളുടെ ഉള്ളിൽ ഭയമുടലെടുത്തിരുന്നു. അപ്പോൾ എങ്ങനെയാ, തുടങ്ങുകയല്ലേ? എനിക്കൊന്ന് എൻ്റെ വക്കീലിനെ ഫോൺ ചെയ്യണം. ഏത് വക്കീല്? ഇനി ആര് വന്നിട്ട് ഒരു കാര്യമില്ല. ശക്തമായ തെളിവുകളും സാക്ഷിയുമാണുള്ളത്. മഹാദേവൻ ഞെട്ടിത്തരിച്ചു. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.